أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്ത് കഹ്ഫിലെ 58 ആയത്തിനെ ചർച്ച ചെയ്തു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞൊരു വിഷയം എന്താണ്? നമ്മൾ 58-ാമത്തെ ആയത്തില് പറഞ്ഞ വിഷയം അള്ളാഹു അവന്റെ ദാസന്മാരോട്, അടിമകളോട് ഏറെ പൊറുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവിടെ പറഞ്ഞത്. നമുക്കറിയാം, അതിന്റെ മുകളിലെ ആയത്തില് മനുഷ്യര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും ഓടി ഒളിക്കുകയും അല്ലെങ്കിൽ അതിനോട് മുഖം തിരിഞ്ഞു നടക്കുകയും അങ്ങനെ അവര് പ്രപഞ്ച സ്രഷ്ടാവിന്റെ അളമത്തിനെ മനസ്സിലാക്കാതെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തിരിച്ചറിയാതെ, പ്രപഞ്ച സ്രഷ്ടാവിന്റെ ഇടപെടലിനെ ബോധ്യപ്പെടാതെ അവര് നിഷേധികളായി മാറുകയും അങ്ങനെ ആ നിഷേധത്തെ പാപം ചെയ്യാനും വൃത്തികേടുകള് ജീവിതത്തിൽ പുലർത്താനുമുള്ള മറയാക്കി മനുഷ്യര് മാറ്റുകയും ചെയ്യുന്നു. എന്നാല് അള്ളാഹു ഏറെ അവരോട് പൊറുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന ഒരു വിഷയത്തെ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പറഞ്ഞതിലൂടെ എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. അപ്പൊ നമ്മള് സൂറത്ത് യൂസുഫിലെ ഒരായത്ത് പറയുകയുണ്ടായി, വക അയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹ വഹും അൻഹാ മുഅ്രിദൂൻ. അവര് എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾക്കിടയിലൂടെയാണ് നടന്നു പോകുന്നത്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവര് തിരിഞ്ഞ് കളഞ്ഞു പോകുന്നു. വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ. അതുകൊണ്ട് തന്നെ അധിക ആളുകളും അള്ളാഹുവിനോട് പങ്ക് ചേർത്തുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇത് ബാധകമാണ്. നമ്മളും എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾക്കിടയിലൂടെയാണ് നടന്നു പോകുന്നത്. രാവും പകലും ജീവിതത്തിന്റെ മറ്റു പല സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ നന്നായി ബോധ്യപ്പെട്ട് അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ജീവിക്കേണ്ട നമ്മള് പലപ്പോഴും അതിനോടെല്ലാം മുഖം തിരിഞ്ഞ് നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പലപ്പോഴും അള്ളാഹിന്റെ നിയമങ്ങളെ ലംഘിച്ച് ജീവിതത്തില് പാപങ്ങളും അതുപോലെ തന്നെ തെറ്റായ പ്രവണതകളെല്ലാം പുലർത്തി ജീവിക്കുന്നു എന്നുള്ളത് നമ്മളും മനസ്സിലാക്കണം. നമ്മൾ ഇതിൽ നിന്ന് ഒട്ടും ഒഴിഞ്ഞ് മാറി പോകുന്നവരല്ല എന്നുള്ള ഒരു സംഗതി കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രത്യേകിച്ച് നമ്മളിലും നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോഴേ നമ്മൾ പ്രവാചകന്മാരെ പിൻപറ്റുന്നവരാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവരാണ് എന്ന് പറയുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രയോഗവൽക്കരിച്ച് മറ്റുള്ളവരെ എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള കീഴ്വടക്കം, എങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള അനുസരണം, അതെല്ലാം നമ്മൾ കർമ്മം കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടവരാണ്. അതിങ്ങനെ പറഞ്ഞു നടക്കേണ്ടവർ മാത്രമല്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, നമ്മളോട് തെറ്റായ സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ വലിയവരായി ചമയുകയും എന്നാല് ആ പറയുന്നതിനോട് ജീവിതത്തിൽ ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ രാത്രി ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചത് ഞാൻ കണ്ടു. ഒരു ഷിയാർ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമെല്ലാം അവരുടെ വിശുദ്ധിയെ പ്രകടിപ്പിക്കാൻ പ്രപഞ്ച സൃഷ്ടാവ് നിർദ്ദേശിക്കുന്ന ഒരു ഷിയാറുണ്ട്, ഒരു അടയാളമുണ്ട്. അപ്പൊ നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ ചില കോലങ്ങളുമെല്ലാം തന്നെ നമ്മുടെ വിശുദ്ധിയെ അല്ലെങ്കിൽ നമ്മൾ സത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ചില അടയാളങ്ങളുണ്ട്. അപ്പൊ അത് ഒരു സ്ത്രീ ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് കരയുന്ന ഒരു രംഗം പണ്ടെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഇടങ്ങളെല്ലാം തന്നെ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സമൂഹത്തില് തിന്മകളും
അതുപോലെ തന്നെ അരാജകത്വങ്ങളെല്ലാം സൃഷ്ടിക്കാൻ കാരണമാകുന്നുണ്ട് എന്ന് നമ്മുടെ സമൂഹത്തെ വിലയിരുത്തുന്ന, സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ വിലയിരുത്തുന്ന ആളുകളെല്ലാം കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം തന്നെ സമൂഹത്തിൽ തെറ്റായ ചിന്തകൾ വളർത്തുന്നത്, എങ്ങനെയാണ് ചില അക്രമങ്ങൾക്ക്, അനീതികൾക്ക്, അരാജകത്വങ്ങൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം പിന്നെ കാരണങ്ങളായിട്ട് മാറുന്നത് എന്ന് മുസ്ലിങ്ങളല്ലാത്ത, അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കീഴ്പ്പെടാത്ത ആളുകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മളെല്ലാം തന്നെ അതിന്റെ ഭാഗമായി പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അത് വിശുദ്ധീകരിക്കാൻ, മറ്റുള്ളവർക്ക് വിശുദ്ധീകരിച്ച് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുന്നവരായിട്ട് മാറിയൊരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് കാണുന്ന ആളുകളില് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കേൾക്കുന്നവരില് എങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാരെ നമ്മളിലൂടെ വിലയിരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് പിന്നെ അള്ളാഹുവിന്റെ പിന്നെ വചനങ്ങൾ അവർ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഉണർത്തുകയാണ്. ഏതായാലും ഈ ആയത്തില് ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വിട്ടുപോയത്, സൂറത്ത് അൻആമിലെ ഒരു ആയത്തിനെ വിശദീകരിക്കാതെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ രണ്ടായത്ത് അവസാനിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞതുപോലെ വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബി ആയാത്തി റബ്ബിഹി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അപ്പൊ ഇവിടെ പിന്നെ അക്രമിയായിട്ടാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു നടന്ന് പ്രപഞ്ചനാഥന്റെ മഹത്വത്തെ ബോധ്യപ്പെടാതെ പോകുന്ന ഒരു മനുഷ്യനെ അള്ളാഹു വിലയിരുത്തുന്നത്. എന്നാല് അള്ളാഹുവിന്റെ ആയത്തുകളെ നന്നായി മനസ്സിലാക്കി പ്രപഞ്ച സൃഷ്ടാവിലേക്ക് തിരിച്ചു നടക്കുന്ന, അല്ലെങ്കിൽ അവരിലേക്ക് ഹൃദയപൂർവ്വം മടങ്ങുന്ന മനുഷ്യരോട് അള്ളാഹു സൂറത്ത് അൻആമിലെ 54-ാമത്തെ ആയത്തിൽ പറയുന്ന കാര്യം, വഇദാ ജാഅകല്ലദീന യുഅ്മിനൂന ബി ആയാത്തിന, എന്നാൽ നബിയെ അങ്ങയുടെ അടുക്കലേക്ക് വിശ്വാസപൂർവം ആളുകള് കടന്നു വന്നാൽ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊണ്ട് അതിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങയുടെ അടുക്കൽ വിശ്വാസികളായി ആളുകൾ വന്നാൽ, ഫഖുൽ സലാമുൻ അലൈക്കും, അവരോട് അങ്ങ് പറയണം നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയുണ്ട്. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ സൃഷ്ടാവ് അവന് തന്നെ കാരുണ്യവാനെന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. ഇന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തി, അജ്ഞത കൊണ്ട് ആരെങ്കിലും വല്ല തെറ്റുകളും ചെയ്തു കഴിഞ്ഞാൽ, സുമ്മ താപ മിൻ ബഅദിഹി, അതിനുശേഷം പാപമോചനം തേടുകയും ചെയ്താൽ, എന്നിട്ട് വഅസ്ലഹ, അവന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്താൽ, അള്ളാഹു ഏറെ പൊറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പറയണമെന്ന്. അപ്പൊ ഇവിടെ ഇമാം ഷഅറാവി മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ എന്ന് പറഞ്ഞാല്, മനുഷ്യൻ എന്നും ആ രൂപത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നതുകൊണ്ട് തന്നെ അവൻ ഏത് പാപം ഏത് സമയത്ത് ചെയ്താലും അള്ളാഹു അവനോട് പുറത്തു കൊടുക്കുന്നവനാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വിഷയം കൂടി ഇതോടൊപ്പം അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്. അഥവാ മനുഷ്യനോട്, സൃഷ്ടിയോട് പ്രപഞ്ച സൃഷ്ടാവ് സ്വീകരിക്കുന്ന ഒരു സമീപനം, അള്ളാഹു ഏത് പാപം ചെയ്താലും, ശിർക്കല്ലാത്ത ഏത് പാപം ചെയ്താലും അവനോട് എത്രമാത്രം കാരുണ്യപൂർവമാണ് പ്രപഞ്ച സൃഷ്ടാവ് ഇടപെടുകയും അവനോട് ചേർന്ന് നിൽക്കുകയും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് കാരുണ്യപൂർവം അവനോട് ഇടപെടുകയും ചെയ്യുന്നത്. ഇതുപോലെ മനുഷ്യർക്കിടയിൽ ഈ ഒരു സ്വഭാവത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മള് ഗൗരവത്തിൽ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇതെല്ലാം വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹു എങ്ങനെയാണ് അവന്റെ സൃഷ്ടികളോട് പുറത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രപഞ്ചനാഥൻ സൃഷ്ടികളോട് കാരുണ്യപൂർവ്വം വർത്തിക്കുന്നത് എന്ന് പറയുകയും വായിക്കുകയും ചെയ്യുന്ന നമ്മൾ, നമ്മുടെ സമസൃഷ്ടികളോട് ഇത്തരത്തിലുള്ള കാരുണ്യപൂർവമായ വർത്തനം, കാരുണ്യപൂർവമായ ഇടപെടൽ, അതുപോലെ തന്നെ വിട്ടുവീഴ്ച, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന്
നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഈ ആയത്തിനെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ആരെങ്കിലും പുറത്തു കൊടുക്കുക, അല്ലെങ്കിൽ ക്ഷമാപൂർവം കാര്യങ്ങളെ നോക്കിക്കാണുക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു കൽപ്പന കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെയാണ് മാതാപിതാക്കൾ ഉപദേശിക്കേണ്ടത് എന്ന കാര്യം സൂറത്ത് ലുഖ്മാനിൽ പറഞ്ഞു പോകുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ വിളിക്കേണ്ട രീതി, അവർക്ക് തുടക്കത്തിലെ ഏത് രൂപത്തിലാണ് ഉപദേശങ്ങൾ തുടങ്ങി പറയേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ അള്ളാഹു തന്നെ ഇടപെട്ട് മാതാപിതാക്കളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. യാ ബുനയ്യ അഖിമിസ്വലാത്ത, പൊന്നുമോനെ പടച്ചോന് നന്ദി കാണിക്കണം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. അഖിമിസ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി വസ്ബിർ അലാമ അസ്വാബക. നീ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ക്ഷമാപൂർവം അതിനോട് നീ സമീപിക്കണം. അപ്പോ അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു കൽപ്പനയാണ്, അള്ളാഹുവിന്റെ നിർബന്ധ കൽപ്പനയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയോട് പോലും ക്ഷമ കൈക്കൊണ്ട് സമസൃഷ്ടികൾക്കിടയിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പെരുമാറാൻ ചെറുപ്രായത്തിലെ കുട്ടികളോട് കൽപ്പിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ അത് നിരന്തരം പഠിപ്പിക്കുന്നവർ തീർച്ചയായിട്ടും അത് അനുഷ്ഠിക്കൽ നിർബന്ധമായവരാണ്. കുഞ്ഞുങ്ങളെ ഉപദേശിക്കുക മാത്രമല്ല, അവർക്ക് മുമ്പിൽ അതിന് മാതൃകകള പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് മാതൃക കാണിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോ കുട്ടികളോട് ഉപദേശിക്കുന്നവർ വീട്ടിൽ മാത്രമല്ല അവരുടെ പൊതു ഇടങ്ങളിലും അത് പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട് എന്ന് ഈ പിന്നെ ഇമാം അംർ ഖാലിദ് പിന്നെ സൂറത്ത് ലുഖ്മാനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ അത് തെർബിയത്ത് എന്നാണ്. എങ്ങനെയാണ് ഒരു പിതാവും മാതാവും എങ്ങനെ നല്ലവരായി മാറണം മക്കൾക്ക് മുമ്പിൽ, അതുപോലെ തന്നെ ഉപദേശങ്ങളെ വീടിന് പുറത്തേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നെല്ലാം അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് വീടിന്റെ അകത്തളത്തിൽ മാത്രമല്ല, പൊതു ഇടങ്ങളിലും നിങ്ങൾ ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നുകൂടി അള്ളാഹു അതിൽ പറയുന്നുണ്ട്. അത് ഒരു ഉപദേശം മാത്രമായി നിൽക്കേണ്ടതല്ല. അപ്പൊ ഇവിടെ അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ ആ വിട്ടുവീഴ്ചയുടെ സ്വഭാവത്തെ, മനുഷ്യരോട് കാണിക്കേണ്ട കാരുണ്യപൂർവമായ ഇടപെടലിനെ നമ്മളും നമ്മുടെ സമസൃഷ്ടികൾക്കിടയിൽ അത് നിർവഹിക്കേണ്ടതുണ്ട്. അത് വലിയ ഗൗരവത്തിലുള്ള ഒരു വിഷയമായിട്ട് തന്നെ ഇവിടെ അദ്ദേഹം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടില് നമ്മള് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയും മനുഷ്യരോട് കാരുണ്യപൂർവ്വം ഇടപെട്ടും നമ്മൾ പ്രവാചകന്മാരെ നമ്മിലൂടെ നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ, അത് അവരുടെ ഏതെങ്കിലും കയ്യടി നേടുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തൃപ്തി കാക്ഷിക്കുവാനോ വേണ്ടിയല്ല, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും അള്ളാഹുവിന്റെ റിളയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇടപെടലായിരിക്കണം നടത്തേണ്ടത്. അത് വളരെ പിന്നെ ഗൗരവപൂർവം തന്നെ നമ്മളത് പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ. ഏതായാലും അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹ്മാനാണ്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പ്രയോഗവൽക്കരിക്കണം. ഇനി ലൗ യുആഖിദുഹും ബിമാ കസബു, അവർ പ്രവർത്തിച്ച ഒരു തിന്മയുടെ ഫലമായി അള്ളാഹു അവരെ പിടികൂടുകയാണെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ, പെടുന്നനെ തന്നെ അതിശീഘ്രമായി അള്ളാഹു അവർക്ക് മുകളിൽ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കുമായിരുന്നു, അള്ളാഹു നടപ്പാക്കും. എന്നാൽ വല്ലഹും മൗഇദുൻ, എന്നാൽ അള്ളാഹു ഒരു നിർണിത സമയം കണക്കാക്കിയിട്ടുണ്ട്. ലം യജിദു മിൻ ദൂനിഹി മൗഇല, അള്ളാഹുവിനെ കൂടാതെ അന്ന് ഒരു അഭയവും അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല, ഒരു അഭയ കേന്ദ്രവും അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ ഒരു ഭാഗം, ഈ ആയത്തിന്റെ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിശുദ്ധ ഖുർആന്റെ പല സൂറത്തുകളിലും പല ആയത്തുകളിലും നമുക്ക് പിന്നെ കാണാൻ കഴിയും. ലൗ യുആഖിറുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം, സൂറത്തുൻ നഹ്ലിലെ ഒരു ആയത്ത് ഇങ്ങനെയാണ്, വലൗ യുആഖിറുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം, മനുഷ്യരുടെ അക്രമം കാരണമായി അള്ളാഹു അവരെ പിടികൂടുകയാണെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഭൂമുഖത്ത്
ഒരു സൃഷ്ടികളെയും ഒരു ജീവിയെയും അള്ളാഹു വിട്ടേക്കില്ലായിരുന്നു. വലാകിൻ യുഅഖിറുഹും ഇലാ അജലി മുസമ്മ, എന്നാൽ ഒരു നിർണിത അവധി വരെ അള്ളാഹു അവരെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അള്ളാഹു അവരെ ഒഴിച്ചു വിട്ടിരിക്കുകയാണ്. ഫൈദാ ജാഅ അജലുഹും, അങ്ങനെ ആ ദിവസം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, ആ നിർണിത ദിവസം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അവരെ മുന്തിക്കുകയോ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ല. അപ്പൊ ഇവിടെ ഈ ഒരു പിന്നെ ഈ ഒരു നിർണിത സമയത്തേക്ക് വേണ്ടിയുള്ള അള്ളാഹു സമയത്തേക്ക് വേണ്ടി മനുഷ്യനെ ഒഴിവാക്കിയിടുന്നതുണ്ടല്ലോ, അതുപോലും അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. അതിന്റെ ഇടയിൽ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു മഹാ അവസരം ഇതിലെല്ലാം തന്നെ അള്ളാഹു നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ ആയത്തിൽ തന്നെ സൂറത്തുൻ നഹ്ലിലെ പിന്നെ 61-ാമത്തെ ആയത്താണത്. ഈ ആയത്തില് ഭൂമുഖത്ത് ഒരു ജീവിയെയും അള്ളാഹു വിട്ടേക്കില്ലായിരുന്നു എന്ന് പറയുന്നിടത്ത് പിന്നെ ഇമാം ഷഅറാബി നൂഹ് നബിയുടെ സംഭവത്തെ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹു മനുഷ്യർക്കിടയിൽ അമ്പിയാക്കന്മാരുടെ ഹുജ്ജത്ത് പൂർണ്ണമായി കഴിഞ്ഞാൽ അവർക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റിളയെ പ്രതീക്ഷിച്ചുകൊണ്ട് അവര് ആ കാര്യങ്ങളങ്ങ് അവർക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നീട് അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കുന്നത് എന്നിടത്ത് ഈ മാ തറക്ക അലിഹ മിൻ ദാബത്തിൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ കാരണമാകുന്നത്, മറ്റു സൃഷ്ടികൾ എങ്ങനെയാണ് അതിന് ഇറങ്ങുന്ന ശിക്ഷ മറ്റു ജീവികൾക്ക് കൂടി എങ്ങനെയാണ് ബാധകമാകുന്നത് എന്ന ഒരു സംഭവം കൂടി പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അള്ളാഹു അവിടെ പിന്നെ ഒരു വിഷയം അദ്ദേഹം ചേർത്ത് വെക്കുന്നത് അള്ളാഹു കുൻ ഫയക്കൂൻ എന്ന ആ ഒരു വചനത്തിന്റെ ഉള്ളിലുള്ള അള്ളാഹുവിന്റെ ഇടപെടൽ യൗമുൽ ഖിയാമയിൽ അള്ളാഹു മനുഷ്യർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ കാരണമായി, മനുഷ്യർ ചെയ്യുന്ന മോശത്തരങ്ങളുടെ കാരണമായി അമ്പിയാക്കന്മാരുടെ ഹുജ്ജത്ത് പൂർണ്ണമാകുന്നതോടുകൂടി അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ ഭൂമുഖത്ത് മറ്റു ജീവികൾക്ക് പോലും നിലനിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കുന്നു. അതെന്തുകൊണ്ട്? ഇപ്പൊ നൂഹ് നബിയുടെ സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാല് കപ്പലിൽ അള്ളാഹു നൂഹ് നബിയോട് ആവശ്യപ്പെട്ട എല്ലാ ഇണകളെയും അദ്ദേഹം പിന്നെ കൊണ്ടുവരികയും ആ കപ്പലിൽ അദ്ദേഹത്തിന്റെ കൂടെ വെക്കുകയും അവർ മാത്രം രക്ഷപ്പെടുകയും ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾ പോലും മനുഷ്യന്റെ പാപം കാരണമായി നാശോന്മുഖമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു. അപ്പൊ മനുഷ്യൻ അവന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പിന്നെ പ്രതികൂലമായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ പാടില്ല. വളരെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ അവൻ പ്രയോഗിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിൽ അവൻ അതിനെ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പിന്നെ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ ഫഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമുഖത്ത് നടക്കുമ്പോൾ ഭൂമി നാളെ സാക്ഷിയായിട്ട് വരുന്ന മനോഹരമായിട്ടാണ് ആ ഭാഗങ്ങളെല്ലാം തന്നെ ഷഅറാബി വിശദീകരിക്കുന്നത്. എങ്ങനെ ഭൂമി സംസാരിക്കും, ഭൂമി നിങ്ങൾക്കെതിരെ എങ്ങനെ സാക്ഷി പറയും, അപ്പൊ അതിൽ എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് സാക്ഷി പറയുക, അതിനെക്കുറിച്ചെല്ലാം വലിയ വിശാലമായ ചർച്ച അദ്ദേഹം നടത്തുന്നുണ്ട്. മനുഷ്യൻ മാത്രമല്ല സംസാരിക്കുന്നത്, പ്രപഞ്ചത്തിലെ ഓരോന്നും സംസാരിക്കുകയും പ്രപഞ്ചത്തിലെ ഓരോന്നും അതിന് നൽകിയ ഷുഊറിന്റെ അടിസ്ഥാനത്തിൽ അത് കാര്യങ്ങളെ വിലയിരുത്തുകയും നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഓരോന്നും അത് സാക്ഷിയായി നിൽക്കുമെന്നെല്ലാം അവിടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ വായകൾക്ക് സീൽ വെച്ച് കൈകളും കാലുകളും കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് മഹ്ശർ ലോകം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ കൈകൾ എങ്ങനെയാണ് സംസാരിക്കുക, കാലെങ്ങനെയാണ് സാക്ഷി നിൽക്കുക? നമ്മള് വായ കൊണ്ടാണ് സംസാരിക്കുന്നത്, എന്നാൽ വായക്ക് സീൽ വെച്ച് കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷിയാകുകയും ചെയ്യുന്ന ഒരു ലോകം. ഇതേപോലെ കൈകൾ സംസാരിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് കൈ എന്ന് പറയുന്നത്, ആ കൈയിന് ആ സമയത്ത് സംസാരിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു നൽകുന്നുവെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോന്നും
അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിരിക്കുന്ന ലോകത്ത് അത് സംസാരിക്കുകയും അത് ഓരോന്നിനും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പല ഉദാഹരണങ്ങൾ കൊണ്ടുവന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ ചെയ്യുന്ന പാപം കാരണമായി പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നും അവന്റെ ശിക്ഷ പിന്നെ ഇറങ്ങുന്ന സമയത്ത് അത് നമുക്ക് കൂടി മറ്റുള്ളവർക്ക് കൂടി ബാധകമാകുന്ന രൂപത്തിൽ മഹാ അപകടം അത് വരുത്തി വെക്കുന്നു. അതിനാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ ശ്രേഷ്ഠ സൃഷ്ടി എന്നുള്ളത് കൊണ്ട് അവൻ ജീവിതത്തെ ഏറ്റവും നന്നായി പ്രയോഗിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ മാത്രമല്ല രക്ഷപ്പെടേണ്ടത്, മറ്റുള്ളവർ കൂടി രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തോടു കൂടി മനുഷ്യൻ ജീവിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ ഗഫൂർ റഹ്മാൻ എന്ന ഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സമസൃഷ്ടികൾക്ക് കൂടി ഉപകാരപ്രദമായ രൂപത്തില് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ജീവിതവും എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന് പറഞ്ഞത്. അമ്പിയാക്കന്മാര് വരുമ്പോഴ്, അമ്പിയാക്കന്മാരെ പിൻപറ്റുന്നവര് അതിനുശേഷം ജീവിക്കുമ്പോഴ് അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷ ലഭിക്കുന്ന രൂപത്തിലുള്ള, മറ്റുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന രൂപത്തിലുള്ള, മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ജീവിത ചിട്ട ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. റിസാലത്തിന്റെ മഹത്വം നമ്മൾ ഇതിനു മുമ്പ് ഏറെ ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് അമ്പിയാക്കന്മാരുടെ റിസാലത്തിനെ മറ്റുള്ളവരിലേക്ക് കൈമാറാൻ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ അള്ളാഹു നമ്മളെ നമ്മുടെ മഹാപാപങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് നമുക്ക് നിർണയിച്ച ഒരു അവധി വരെ അത് നമ്മുടെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് സമയം നീട്ടിത്തരുന്നത് അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അള്ളാഹുവിൽ നിന്ന് ആ സമയം അങ്ങ് ആസന്നമായി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമ്മളെ അള്ളാഹു വിട്ടേക്കുകയില്ല എന്ന് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്തു സുമറിലെ 52-ാമത്തെ ആയത്താണ്. പാപികളായ ദാസന്മാരോട് നീ പറയണം, എന്റെ അടിമകളോട് നബി അങ്ങ് പറയണം, അല്ലെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശ മുറിയേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തേരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവിടെയും ഗഫൂറുർ റഹീം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അള്ളാഹു കാരുണ്യവാനുമാണ്. ജീവിതത്തിൽ പ്രതീക്ഷ നൽകുകയാണ് നമുക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു? അപ്പോ പാപികളായ മനുഷ്യര് ഇനി ഞാൻ എങ്ങനെ അള്ളാഹിന്റെ നാമം എത്രമാത്രം കാരുണ്യത്തോട് കൂടിയിട്ടാണ് അള്ളാഹു മനുഷ്യനോട് ഇടപെടുന്നത്. എന്തുകൊണ്ട് ഗർഭാശയത്തിന്റെ റഹ്മ് എന്ന് പേരല്ലാഹു നൽകി എന്നുള്ളതിനെ കുറിച്ചുകൂടി ഇവിടെ ഇമാം ഷഅറാബി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ റഹ്മാൻ എന്ന് പറയുന്ന സിഫത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഷഅറാബി പറയുന്നുണ്ട്. സൂറത്തു നിസാ തുടങ്ങുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ടാണ്. വത്തഖുല്ലാ, ആ ആയത്ത് അവസാനിക്കുന്നത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അപ്പൊ നമ്മള് കുടുംബ ബന്ധം എന്നാണ് നമ്മൾ പറയുക. കുടുംബ ബന്ധം നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവെ നമ്മൾ അർത്ഥം പറയാറ്. എന്നാൽ ഇമാം ഷഅറാബി പറയുന്നത് അവിടെ ആ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് സംബോധനം ചെയ്തുകൊണ്ടാണ്. അപ്പോ തഖ്വയെ കുറിച്ചുള്ള ബോധനം മനുഷ്യരാശിയോടാണ് അള്ളാഹു നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം എന്ന് പറഞ്ഞാല് മനുഷ്യർക്കിടയിലുള്ള ഗർഭാശയ ബന്ധത്തെ വിശുദ്ധമായി പരിപാലിക്കണം എന്നാണ് ആ പറയുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് കടപ്പാടുണ്ട്. ഈ ആയത്തെല്ലാം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ തെറ്റായ സമീപനങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരാൻ പാടില്ല. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് മാത്രമല്ല, ഭൂമിയിലെ ഓരോ ജീവികളും
പിന്നെ അതുകൊണ്ട് തന്നെ ഓരോ ജീവികളും അള്ളാഹുവിന് തസ്ബീഹും തഹ്ലീലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. എന്നാൽ അതിൽ മനുഷ്യർ മാത്രമാണ്, മനുഷ്യരിൽ ഒരു വിഭാഗവും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷവും അക്രമവും അനീതിയും അഹന്തയും എല്ലാം പുലർത്തുന്നവരാണ് എന്നും അള്ളാഹു പറയുന്നു. അപ്പൊ മനുഷ്യന്റെ തെറ്റായ സമീപനം, അതിൽ തന്നെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം എത്രമാത്രം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. എന്നാൽ അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം നമ്മൾ പറയുകയും ഇതെല്ലാം നന്നായി പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനോടെല്ലാം ഏത് സമീപനാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആ രൂപത്തിലുള്ള മാറ്റങ്ങളുണ്ടോ? ചില ആളുകളെല്ലാം ഈ കുഞ്ഞുങ്ങളെ പിന്നെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. നമ്മളിൽ തന്നെ അവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ മാത്രം സ്വഭാവ ദൂഷ്യം ഇത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നത്? രാവിലെ മദ്രസയിൽ പോയി വാചകനെ കേൾക്കുന്ന, ഖുർആന് പഠിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം തിന്മകൾ നിറഞ്ഞു നിൽക്കുന്നത്? അതിന് കാരണം എന്താണ്? നമ്മൾ പ്രായോഗികമായിട്ടല്ല ഇതിനൊന്നും പരിപാലിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചൊല്ലുന്നു, അതിങ്ങനെ കുറച്ച് ആൾക്കാർ കേൾക്കുന്നു. ഇതെങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത്? ആ പ്രയോഗവൽക്കരണ രീതി ഏത് രൂപത്തിലായിരിക്കണം എന്നൊന്നും നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നില്ല. നമ്മളിങ്ങനെ കുറെ പറയുകയാണ്. അത് നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി ദിനേന നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ അത് പ്രയോഗവൽക്കരിച്ച് അങ്ങനെ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ് വേണ്ടത്. ഇത് നമ്മൾ കുട്ടികളെ ഉപദേശിക്കുമെങ്കിലും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ട് ഉപ്പയോ ഉമ്മയോ നിൽക്കുകയുമില്ല. എന്നാൽ ഇതെല്ലാം പറയാൻ വേണ്ടി മാത്രം നമ്മൾ വിധിക്കപ്പെട്ടവരായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു ദുരന്തം, അത് നമ്മുടെ സമൂഹത്തിൽ വല്ലാത്തൊരു അപകടം തീർത്തിട്ടുണ്ട്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക്, നമ്മുടെ മക്കൾക്കാവട്ടെ പൊതുസമൂഹത്തിനാവട്ടെ അപകടമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു ജീവിത രീതി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും നന്നായി ജീവിക്കുകയും നമുക്ക് തന്നെയും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമുള്ളവരായി നമ്മൾ മാറുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും നമ്മള് ഈ ജീവിതം എന്ന് പറയുന്ന ഒരു നിമിഷമാണ്. വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലും പറയുന്നത് പോലെ നിങ്ങൾ എത്ര വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അള്ളാഹു നമുക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ എത്ര വർഷം ജീവിച്ചു? നമ്മളോട് ചോദിക്കുന്ന അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്ര വർഷം ജീവിച്ചു? അന്ന് നമ്മൾ പറയുന്ന ഉത്തരം ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഞാനൊരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ ജീവിച്ചു എന്നാണ്. അല്ല പടച്ചോനെ, ഞങ്ങൾക്കറിയില്ല. നിന്റെ എഴുത്തുകാരോട്, നിന്റെ മാലാഖമാരോട് നീ ചോദിക്കൂ എന്നാണ്. അന്ന് അള്ളാഹു ഉത്തരം പറയുന്നത് ലബിസ്തും ഇല്ല ഖലീല. ഖലീൽ എന്ന വാക്കിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം ലഹ്ലത്ത് എന്ന, ഒരു സെക്കൻഡ് മാത്രമേ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പൊ നമ്മുടെ ഈ സമയത്തിന്റെ ആപേക്ഷികതയെ നന്നായി തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് അള്ളാഹു നൽകിയ ഒരു സെക്കൻഡിനെ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ നമ്മൾ പഠിക്കണം, നമ്മൾ ശീലിക്കണം. നമ്മളോടുള്ള കടപ്പാടുകൾ, കുടുംബത്തോടുള്ള കടപ്പാടുകൾ, അതോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള കടപ്പാടുകളെല്ലാം തന്നെ നന്നായി മനസ്സിലാക്കി നന്നായി ജീവിച്ച് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ റിസാലത്തിനെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. അവിടെയാണ് നമ്മൾ ഒരു വിജയിച്ച സമൂഹമായിട്ട് മാറുന്നത്. ഇന്ന് നമ്മൾ പല രൂപത്തിൽ ചിതറി, പലരും പല രൂപത്തിൽ പലതും പറഞ്ഞ് അവർക്കിടയിൽ തന്നെ തീരാത്ത പ്രശ്നങ്ങൾ, തീരാത്ത ബഹളങ്ങളും അടികളും കുഴപ്പങ്ങളും കോലാഹലങ്ങളും കൊണ്ട് നമ്മൾ തന്നെ സമൂഹത്തിൽ നിറഞ്ഞാടുകയാണ്. നമ്മുടെ കുട്ടികളിൽ മാത്രമല്ല. എന്തുകൊണ്ടാണ് ഒരു യുവ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് യുവാക്കളില് പ്രവാചകന്മാരോട് ഒരു നിരാസവും, അതുപോലെ തന്നെ പ്രവാചകന്മാരോടും പ്രവാചകന്മാര് അവതരിപ്പിച്ച അള്ളാഹുവിൽ നിന്നുള്ള വിശുദ്ധ സന്ദേശങ്ങളെയും ഒരു പുച്ഛഭാവേനെ എന്തുകൊണ്ട് യുവതകളെല്ലാം നോക്കിക്കാണുന്നു? ഇതെല്ലാം നമ്മള് ഇത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ നന്നായി മനസ്സിലാക്കേണ്ട സംഗതിയാണ്.
വളർന്നു വരുന്ന തലമുറകൾക്ക് പുതിയ ലോകത്ത് അവർക്ക് ദിശാബോധം നൽകേണ്ടതിന് പകരം അവർക്ക് മാതൃകകളായി മാറേണ്ടതിന് പകരം അവർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള വളരെ മോശമായ, തെറ്റായ, പിഴച്ച ജീവിത രീതികളും ശൈലികളുമെല്ലാം ഉണ്ടായി തീർന്നാൽ അവര് സ്വയം ഇതിനെല്ലാം തന്നെ ഒരു പുച്ഛഭാവേനെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥാവിശേഷം അവരിൽ ഉണ്ടാവും. അതെല്ലുമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ ചെറിയ സമയത്തെ നന്നായി പ്രയോഗിച്ച് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ളതാക്കി നമ്മൾ മാറ്റാൻ നമ്മൾ തുനിയണം. അതിന് നമ്മൾ ശ്രമിക്കുകയും വേണം. ഏതായാലും ഈ ആയത്തിൽ ഇങ്ങനത്തെ കുറേ സംഗതികൾ പറഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും ഇതിന്റെ അവസാനത്തെ ആയത്ത് കൂടി നമ്മൾക്ക് പറഞ്ഞ് ഇന്ന് ഇത് നമുക്ക് അവസാനിപ്പിക്കാം. വതിൽക്കൽ ഖുറ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. അപ്പൊ ഇവിടെ വതിൽക അല്ലേ, അപ്പോ തിൽക്ക എന്നുള്ളത് അതൊരു ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന അറബി ഭാഷയിലെ ഒരു 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 നാമാണത്. അപ്പോ അദാത്തു ഇഷാറത്തിൻ, അതൊരു ഒരു സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, ഒരു ചൂണ്ടി പറയാൻ ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഒരു നാമമാണത്. അപ്പൊ ഈ തിൽക്ക എന്നുള്ള ആ ഒരു ശബ്ദം അത് ഒരു നമ്മുടെ മുമ്പിൽ കാണുന്ന, നമ്മൾ അറിയുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് ഈ തിൽക്ക എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് മാ തിൽക ബി യമീനിക യാ മൂസ, മൂസ നിന്റെ കയ്യിൽ എന്താണ്, അതെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു 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 മഅറൂഫായ, ഒരു മഅലൂമായ ഒരു വസ്തുവിലേക്ക്, മുമ്പിലുള്ള ഒരു വസ്തുവിലേക്ക് പിന്നെ ചൂണ്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അദാത്താണ് അറബി ഭാഷയിൽ തിൽക്ക എന്ന് പറയുന്നത്. ഇവിടെ ഏത് കറിയയെ കുറിച്ചാണ് അള്ളാഹു സംസാരിക്കുന്നത് അല്ലെ? ആ അറിയപ്പെട്ട ഗ്രാമം ഏതാണ്? ഏത് ഗ്രാമത്തെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു പറയുന്നത്? വതിൽക്കൽ ഖുറ, ആ ഗ്രാമം അല്ലെ, അഹ്ലക്കിനാഹും ലമ്മാ ളലമു, അവര് അക്രമികളായപ്പോൾ, അവര് അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചപ്പോൾ നാം അവരെ നശിപ്പിച്ചു. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, ഇനി ഇവരുടെ പിന്നെ അന്ത്യത്തിനും നാം ഒരു സമയം നിർണയിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാൻ. അപ്പൊ ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ച് അക്രമികളായ മനുഷ്യർക്ക് ഇനിയും അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പോ റസൂലുള്ളാന്റെ മുമ്പിൽ ഒരു ഗ്രാമം റസൂൽ കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. അക്രമികളായ ഒരു ജനതയ്ക്ക് മുകളിൽ അള്ളാഹു ശിക്ഷ നടപ്പാക്കി, അത് ഒരു പ്രവാചകൻ കണ്ടിട്ടുണ്ട്. ആ ശിക്ഷയെ എങ്ങനെയാണ് ആ സമൂഹത്തിന് മുകളിൽ അള്ളാഹു ശിക്ഷ നടപ്പാക്കിയത് എന്ന് കണ്ടൊരു വിഷയത്തെയാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പോ പിന്നെ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഷഅറാവി പറയുന്നുണ്ട്, ഷാമിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എങ്ങനെയാണ് സമൂദ് ഗോത്രങ്ങളെ, അതുപോലെ തന്നെ സ്വാലിഹ് നബിയുടെ ഖൗമിന്റെ മുകളിൽ, ലൂത്ത് നബിയുടെ ഖൗമിന്റെ മുകളിലെല്ലാം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കിയത് എന്ന് ഷാമിലേക്കുള്ള യാത്രയിൽ റസൂലുള്ള കാണുകയും ആ യാത്രയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അള്ളാഹു ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നഹും തമുറൂന അലൈഹിം മുസ്ബിഹീൻ വബില്ലൈലി അഫലാ തഖിലൂൻ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇത്തരം പിന്നെ ഗ്രാമങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എങ്ങനെയാണ് നബി ഏതോ പിന്നെ സമൂദ് പിന്നെ ഗോത്രങ്ങൾ താമസിച്ച ഇടത്തിലൂടെയാണെന്ന് തോന്നുന്നുണ്ട്. അതിലൂടെ നടന്നു പോകുമ്പോൾ വളരെ പിന്നെ വിനയാന്വിതരായി പിന്നെ റസൂലും സഹാബികളും നടന്നു പോയ രംഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അള്ളാഹുവിന്റെ അളമത്തിനെ നന്നായി തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകിക്കൊണ്ട് കടന്നുപോയ രംഗങ്ങളെല്ലാം താരീഖിൽ നമുക്ക് ചരിത്ര താളുകളിൽ നമ്മൾ പഠിച്ചവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സമൂഹങ്ങൾക്ക് മുകളിൽ അള്ളാഹു നടപ്പാക്കിയ
ആ ശിക്ഷയെ ഇവിടെ സഹാബികൾക്ക് ഉണർത്തിക്കൊടുക്കുകയും അത്തരം സമൂഹങ്ങളുടെ ഗ്രാമങ്ങളെ റസൂലുള്ള ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദർശിച്ച ഒരു സംഭവത്തെ കുറിച്ച് ആണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, തിൽക്കൽ ഖുറ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒന്നിനെ ചൂണ്ടിക്കാണിക്കാനാണ് ഈ തിൽക്ക എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കണ്ടൊരു ഗ്രാമത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഏതെല്ലാം ഗ്രാമങ്ങളെ കുറിച്ച് റസൂല്, ഏതെല്ലാം മുൻകഴിഞ്ഞു പോയ അക്രമികളായ സമൂഹങ്ങളുടെ നാടുകൾ റസൂലുള്ള സന്ദർശിച്ചിട്ടുണ്ട്, അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ചർച്ചാ വിധേയമാകുന്നുണ്ട് മുഫസ്സിരീങ്ങൾക്കിടയിൽ. വവതിൽക്കൽ ഖുറ അഹ്ലക്കിനാഹും, അവരെ നാം നീ കണ്ട ആ സമൂഹം ഉണ്ടല്ലോ, അവരെല്ലാം നാം നശിപ്പിച്ചു. ലമ്മാ ളലമു, അവർ അക്രമികളായപ്പോൾ, വജഅൽനാ ലിമഹ്ലികിഹിം, അവരുടെ എല്ലാം തന്നെ അന്ത്യത്തിന്, നാശത്തിന് നാം ഒരു നിർണിത സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മളും അക്രമികളായി മാറിക്കഴിഞ്ഞാല് അള്ളാഹു നമ്മളറിയാത്ത രൂപത്തിൽ ഒരു പക്ഷേ വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അധിഷ്ഠിതമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അധിഷ്ഠിതമായിരിക്കാം. നമ്മൾ അറിയാത്ത രൂപത്തിൽ പല രൂപത്തിൽ ഇതെല്ലാം തന്നെ മാറി മറിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിരന്തരം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, അള്ളാഹുലേക്ക് തൗബ ചെയ്തുകൊണ്ട് നമ്മൾ നിരന്തരം മടങ്ങണം. അല്ലെ? രാത്രി നേരങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ തന്നെ സ്വയം ഒന്ന് ഹിസാബ് ചെയ്തുകൊണ്ട്, നമ്മളെ തന്നെ സ്വയം ഒരു ചോദ്യത്തിന് പിന്നെ വിധേയമാക്കിക്കൊണ്ട്, നമ്മളെ തന്നെ ഒന്ന് ഹിസാബ് നടത്തിക്കൊണ്ട് ദിനേന നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടതുണ്ട്. അല്ലെ? ഹാസിബു ഖബല അൻ തുഹാസബു, അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മെ തന്നെ ചോദ്യം ചെയ്ത്, നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി, നമ്മുടെ ന്യൂനതകളെ മനസ്സിലാക്കി, നമ്മളെ പാപങ്ങളിലും മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഇവിടെ ഈ ആയത്ത് അവസാനിക്കുകയാണ്. നമ്മൾ സൂറത്ത് കഹ്ഫിന്റെ തുടക്കത്തിൽ പറഞ്ഞ 4 അടിസ്ഥാന വിഷയങ്ങളിലാണ് സൂറത്തുൽ കഹ്ഫ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞാണ് നമ്മൾ അത് തുടങ്ങിയത്. അപ്പൊ ദജ്ജാല് 4 വിഷയങ്ങളുമായിട്ട് മനുഷ്യരെ സമീപിക്കുന്നു. ആ 4 വിഷയങ്ങളും സൂറത്ത് കഹ്ഫ് ഉൾച്ചേർത്ത് വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം നമ്മൾ സൂചിപ്പിച്ചു. രണ്ടാമത്തെ വിഷയം ഒരു തോട്ടക്കാരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഇത് പറഞ്ഞു വെക്കുമ്പോഴുണ്ട്. ഈ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്ലെ? രണ്ട് തോട്ടക്കാരുടെ സംഭവം നിനക്ക് നാം പറഞ്ഞു തരാമെന്ന്, ജന്നത്തൈനി അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അല്ലെ? 2 തോട്ടക്കാരുടെ സംഭവം പറഞ്ഞിട്ടാണ്. അപ്പൊ ഒരു ഗ്രാമം കൂടി അവിടെ കടന്നു വരുന്നുണ്ട്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങള്, അള്ളാഹു ഒരു വ്യക്തിക്ക് ഒരുക്കി കൊടുത്ത മനോഹരമായ തോട്ടം, അയാൾക്ക് നൽകിയ അനുഗ്രഹങ്ങള്, അതെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ വ്യക്തി കാണിച്ച ഒരു ധിക്കാരം, അനീതി, അയാളോട് തന്നെ അയാൾ കാണിച്ച അക്രമം, അതിന് അള്ളാഹു എങ്ങനെയാണ് അവിടെ അള്ളാഹു അയാളെ ശിക്ഷിക്കുന്നത് എന്ന ഒരു ഭാഗം അവിടെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചർച്ചാ വിഷയം അവസാനിക്കുമ്പോഴേ അള്ളാഹു വീണ്ടും ഒരു വിഷയം കൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. വതിൽക്കൽ ഖുറ അഹ്ലക്നാഹും ലമ്മാ ളലമു. അപ്പൊ ഈ ളുൽമ് എന്ന് പറയുന്നത് അത് മറ്റുള്ളവരോട് ചെയ്യുന്നത് മാത്രമല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ച് നമ്മൾ തന്നെ ചില അതിർവരമ്പുകൾ ചാടിക്കടക്കുമ്പോൾ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു മഹാ അക്രമമായിട്ടാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ ഇച്ഛകളും റൂഹും ശരീരവും തമ്മിലുള്ള സംഘട്ടനമുണ്ട്. അവിടെ റൂഹിനെ നന്നായി മനസ്സിലാക്കി, ഇച്ഛകളെ മനസ്സിലാക്കി, ഇതിന്റെ ഇടയിൽ റൂഹിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മളെ നമുക്ക് മുകളിൽ റൂഹിന് എപ്പോഴും ആധിപത്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി ചിട്ടപ്പെടുത്താൻ അള്ളാഹു ഉപദേശിക്കുകയാണ്. അത് ഈ ചർച്ചാ വിഷയത്തിന്റെ 2ാം ഘട്ട ചർച്ചാ വിഷയത്തിൽ ഒരു തോട്ടക്കാരൻ എങ്ങനെയാണോ അയാളോട് അക്രമം കാണിച്ചത്, ആ അക്രമം എന്തായിരുന്നു, അയാളുടെ നന്മകൾ എടുത്തു മാറ്റാനുള്ള കാരണം എന്തായിരുന്നു, അവിടെ ഒരു ഇടപെട്ടൊരു മനുഷ്യനെ, അയാളോട് സംസാരിച്ച നസീഹത്തോടു കൂടിയിട്ട് ഗുണകാംക്ഷയോടുകൂടി ഇടപെട്ടൊരു വ്യക്തി, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാകണം. അത് ആ വ്യക്തിയുടെ സ്ഥാനം നമ്മൾ അലങ്കരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു തോട്ടക്കാരന്റെ ചില മനോബോധങ്ങൾ നമ്മിലും നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മളോട് ചെയ്യുന്ന അക്രമമായി നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ?
ഇതെല്ലാം ഇവിടെ നമ്മൾ ഈ ഒരു രണ്ടാം ഘട്ട ചർച്ച അവസാനിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മൾ തന്നെ അതിന് ഉത്തരം പറഞ്ഞ് അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അത്തരം സ്വഭാവങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം തെറ്റായി ദർശിക്കുകയും അതിനോട് തെറ്റായ സമീപനം പുലർത്തുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം നമ്മിൽ അപകടം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ മനുഷ്യനോട് സംവദിച്ചൊരു മനുഷ്യന്റെ ആ പിന്നെ ഹൃദയ വികാരത്തെ, അയാളുടെ ആ ഒരു ചിന്തയെ നാം പിന്നെ സ്വയം സ്വീകരിക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് ഗുണകാംക്ഷയുള്ളവരായി നമ്മൾ മാറുന്നുണ്ടോ? ഇതെല്ലാം തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ നമ്മൾ നന്നായി ചിന്തിക്കുകയും നമ്മൾ നന്നായി അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുകയും ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലാസും ചർച്ചകളും എല്ലാം തന്നെ വിനയമുള്ള സ്രഷ്ടാവിനെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ മനസ്സിലാക്കി അവനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ ഇതിന്റെ മൂന്നാം ഘട്ട ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. മൂസാ നബിയുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട ചർച്ചയിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അള്ളാഹു നന്നായി ചിന്തിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കണം നല്ലവരായ മനുഷ്യർ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.